ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് റമദാനിൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ എണ്ണയൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്ന പോളകളും അതുപോലെ തന്നെ സ്നാക്സ് റെസിപ്പിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ. നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് ഞാൻ റെസിപ്പിയൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ നമ്മൾ ആദ്യത്തെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസിലുള്ള പഴം, ചെറുതാണെങ്കിൽ 3 എടുത്തോ. ഇപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള 2 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു അരക്കപ്പ് പാലും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതാ ഞാൻ മിക്സിൻ്റെ ഒരു ജാറിലേക്ക് 3 എഗ്ഗ്, അതുപോലെ തന്നെ പഴം, പാല്, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട, ഞാൻ ഒഴിക്കുമ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി. ഇനി ഇതിൽ നിങ്ങൾക്ക് ടൈറ്റായി പോകുന്ന ലൂസായി പോകുന്ന അങ്ങനത്തെ പ്രശ്നം, ലൂസാവണ്ട, ടൈറ്റായി പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ചുകൂടെ പാല് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അരക്കപ്പ് എന്ന് പറയുമ്പോൾ കപ്പളവില്ലല്ലോ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മൾ പഴം ചേർത്ത് കൊടുത്തു, 3 എഗ്ഗ് ചേർത്ത് കൊടുത്തു. അപ്പോൾ 2 പഴത്തിലേക്കുള്ള അളവാട്ടോ ഞാൻ പറയുന്നത്. 3 എഗ്ഗ് എന്ന് പറയുന്നത് നിങ്ങൾ പഴം കൂട്ടുമ്പോൾ അതിനനുസരിച്ച് എല്ലാം കൂട്ടിയെടുക്കുക. കപ്പളവിൻ്റെ അരക്കപ്പ് പാല് ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് മധുരം, ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുക. പഴത്തിൻ്റെ മധുരം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേണ്ട മധുരം നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു 3-4 ടീസ്പൂൺ മധുരം ചേർത്ത് കൊടുക്കുക. ഒരു പാകത്തെ മധുരമായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് കൊടുക്കുക. ഇതില്ലേ നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പം ശരിക്കൊരു ഉന്നക്കായിൻ്റെ ഒക്കെ ടേസ്റ്റാട്ടോ നമുക്ക് ഈ ഒരു സ്നാക്സിന് കിട്ടുക. ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തേ. പിന്നെ ഒരു 2 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്തു. ഏലക്ക മുഴുവനായിട്ടാണെങ്കിലും അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, അതിൽ നമ്മൾ അരക്കുകയാണല്ലോ. ഇനിയിപ്പോൾ ദാ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. ഇത് കണ്ടോ, നമ്മൾ ആ പഴമൊക്കെ നന്നായിട്ട് അരച്ച് കിട്ടുന്ന രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 ഏലക്കൊക്കെ ചേർത്താൽ മതിയാവും കേട്ടോ. ഏലക്ക ചേർക്കുമ്പോൾ ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തു. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല, ഓയിലോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. നെയ്യാകുമ്പോൾ ഇതിനൊക്കെ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇനി അതിലേക്ക് കുറച്ച് നട്ട്സ്, ഞാനിപ്പോൾ ബദാം കയ്യിലുണ്ടായിരുന്നു, കാഷ്യൂനട്ടും, അത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് മുന്തിരിയില്ലേ, ഉണക്കമുന്തിരി, കാഷ്യൂനട്ട്, ബദാം, പിസ്ത, എന്താണോ നമ്മളെ കയ്യിൽ നട്ട്സ് അതിൽ ഏതാണെങ്കിലും, ഇനി കാഷ്യൂനട്ട് മാത്രമാണെങ്കിലും പിസ്ത മാത്രമാണെങ്കിലും ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ചെറുതായിട്ട്, ഇത്രയും മതി കേട്ടോ, കരിഞ്ഞു പോകരുത്. ഇനി അതിലേക്കൊരു അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഉന്നക്കായിലേക്കൊക്കെ ഉണ്ടാക്കുന്ന മസാലയല്ലേ, അങ്ങനെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇനി കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ പഴത്തിൽ നമ്മൾ ആ ഒരു മിക്സിൽ നമ്മൾ മധുരം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മിക്സിലേക്ക് നമുക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കാം. മധുരത്തിനൊന്നും ഒരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എത്ര മധുരം വേണോ അത്രയും ചേർത്ത് കൊടുക്കാം. അതുപോലെ അവസാനം കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്തെടുക്കുന്ന കാര്യമുണ്ട്. പിന്നെ നമ്മൾ ഉന്നക്കായിലേക്ക് പലരും പല മസാല ആക്കിയെടുക്കും. തേങ്ങേൻ്റെ മസാല, പിന്നെ എഗ്ഗിൻ്റെ മസാല ആക്കി എടുക്കൂലേ, അത് രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേണ്ടാതെ എഗ്ഗ് മാത്രം ഒരു 3-4 എഗ്ഗ് എടുത്തിട്ട് പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആ ഒരു മസാലയും നിങ്ങൾക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ആ നമ്മളെ തേങ്ങ ഈ ഒരു പരുവാകുമ്പോൾ ഒന്ന് ജസ്റ്റ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ട് അതിലേക്ക് 1 എഗ്ഗ് ഒന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടേസ്റ്റ്, ആ ഒരു തേങ്ങയ്ക്ക് ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ എഗ്ഗ് കഴിക്കുന്നില്ലെങ്കിൽ എഗ്ഗ് വേണ്ടാതാക്കിയാലും ടേസ്റ്റാണ്. ഇനി തേങ്ങ വേണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഗ്ഗിൻ്റെ ആ ഒരു മസാല ആക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ആയതിന് ശേഷം പിന്നെ തേങ്ങയിൽ മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ മസാല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ആയിട്ട് മസാലയായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ല എളുപ്പമല്ലേ, ആ ഒരു മിക്സ് ഉണ്ടാക്കാനും എളുപ്പമാണ്. പിന്നെ തേങ്ങ ചിരകിയതുണ്ടെങ്കിൽ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒരുപാട് റോസ്റ്റ് ആകണ്ട, നല്ലൊരു സ്മെല്ല് വരുന്ന ആ ഒരു സമയം വരെ വറുത്തെടുത്താൽ മതി. ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അവസാനം കുറച്ച് ഏലക്കപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ, അതൊക്കെ നിങ്ങളെ ഇഷ്ടം, നിങ്ങൾ ഫ്ലേവർ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോ. ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി ഒന്ന് സെറ്റാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ, ഇതുപോലത്തെ ഒരു പാൻ എടുക്കാം കേട്ടോ, ചെറുതെടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യിട്ട് എല്ലാ വശത്തെയും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മിക്സ് ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മൾ മിക്സ് വേണ്ടത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് കട്ടിയാകരുത്, ഒരുപാട് ലൂസും ആവരുത്.
ഇനി നമ്മളത് ആ ഒരു മിക്സ് ഒഴിച്ചതിൻ്റെ ഉടനെ തന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മസാലയില്ലേ അത് ഒരു 1/4 ഭാഗത്തോളം ഇങ്ങനെ സ്പ്രെഡാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ഭാഗം നമ്മൾ മാറ്റി വെക്കുക. അവസാനം ആ ഒരു സ്നാക്സിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് അടിയിലേക്കൊന്നും പോകില്ല കേട്ടോ, കാരണം നമ്മൾ ആ ഒരു ബാറ്ററിന് അത്യാവശ്യം തിക്കുണ്ടല്ലോ, അതുകൊണ്ട് അടിയിലേക്കൊന്നും പോയി നിൽക്കില്ല. അതിൻ്റെ ആ ഒരു ലെയറിൽ തന്നെ നിന്നോളും. അതുകൊണ്ട് വേവാനൊന്നും കാത്തു നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുത്തോ. അതിന് ശേഷം അപ്പം തന്നെ ഇതാ ബാക്കി നമ്മൾ മിക്സ് മാറ്റി വെച്ചില്ലേ, പകുതി ഒഴിച്ചു കൊടുത്തു, പകുതി ആ ഒരു മിക്സ് ഇട്ടതിന് ശേഷം പകുതി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കോക്കനറ്റിൻ്റെ മിക്സ് ഇല്ലേ അത് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനൊരു ഭംഗിയാണ് കേട്ടോ ഇത് വെന്ത് റെഡിയായി വരുമ്പോൾ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ചെറുതായിട്ട് പഴം കട്ട് ചെയ്തത് അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അപ്പോൾ ഇതാ ഞാനൊരു വേറൊരു പഴയ പാനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടി പെട്ടെന്ന് കരിഞ്ഞു പിടിക്കൂല. ഒരു 10-15 മിനിറ്റ് മാക്സിമം അത്രയും മതിയാവും കേട്ടോ. ലോ ഫ്ലെയിമിലാക്കിയിട്ട് പാനൊന്ന് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒന്ന് ആക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് മനസ്സിലാവും മുകൾ ഭാഗം ഇങ്ങനെ ആറി വരും, ഒരു ടൈറ്റായിട്ട് വരും ആ ഒരു സമയം കേട്ടോ. ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കുന്ന സമയത്ത് ഇതാ ക്ലീൻ ആയിട്ട് കിട്ടിയാൽ അത് റെഡിയായി. അതാണ് കേട്ടോ, നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം ഞാൻ പറയുന്ന ടൈം നിങ്ങൾ നോക്കണ്ട, ഏകദേശം ആ ഒരു ടൈമൊക്കെ വരുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ ഒരു ബനാന സ്നാക്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് റമദാനിൽ നമ്മൾ സ്വീറ്റ് സ്നാക്സൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ആ ഒരു സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റാണ്. ഇനി അല്ലാതെ തന്നെ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടാണ് കേട്ടോ. നമ്മൾ അധികം എണ്ണയും കാര്യങ്ങളും ഒന്നും യൂസ് ആക്കുന്നില്ലല്ലോ. ഒരു ഹെൽത്തി റെസിപ്പിയും കൂടെ ആണെന്ന് പറയാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഷുഗറിന് പകരം വേണമെങ്കിൽ ശർക്കര പാനിയില്ലേ അത് ആഡ് ചെയ്താലും നല്ലത് തന്നെയാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മറിക്കുകയോ ഒക്കെ ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഉന്നക്കായൊക്കെ കഴിക്കുന്ന ഒരു ഫീലില്ലേ അതാണ് നമുക്ക് ഉണ്ടാകുക. നല്ല പഴുത്ത പഴം കേട്ടോ നിങ്ങളിതിലേക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. പഴുപ്പ് കുറഞ്ഞത് എടുക്കണ്ട, നല്ല പഴുത്ത പഴം. എന്താ പറയുക, കൂടിയ പഴം നമ്മൾ വീട്ടിൽ കളയാൻ വേണ്ടി വെച്ചതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. പഴുത്തതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. പഴുപ്പ് കുറഞ്ഞത് കറ ചുവക്കുന്നത് അങ്ങനത്തെ ഒന്നും എടുക്കണ്ട. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്നാക്സ് അതിനേക്കാളും ഈസി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ബൗളെടുത്തു, അതിലേക്ക് എഗ്ഗ് ഒന്ന് പൊട്ടിച്ച് വയ്ക്കട്ടെ. അതിലേക്ക് കുറച്ച് പച്ചക്കറികൾ കൂടെ ഞാൻ എടുത്തു വെച്ചാൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഒക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ആഡ് ചെയ്തെടുത്തോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു 4 എഗ്ഗ് ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ട് എല്ലാം ഒന്ന് ഉടഞ്ഞ് ഒരു ജ്യൂസി പരുവാകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് അതിലേറെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, അപ്പോൾ അത്ര തന്നെ മതി കേട്ടോ, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ ഒരു എഗ്ഗിലേക്കുള്ള അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനി ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് 2 തന്നെ ചേർത്ത് കൊടുത്തോ. അത്യാവശ്യം സ്പൈസി വേണ്ടവർക്ക് 2 3 ഒക്കെ ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് വേറെ സ്പൈസി ആവാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്യാം, നല്ല എരിവും കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് കേട്ടോ. കാണാനും ഭംഗിയായിരിക്കും. പിന്നെ ഇതൊരു 1.5 ചെറിയ ക്യാരറ്റായിരുന്നു, അപ്പോൾ ഒരു 1.5 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുത്തോ കേട്ടോ, പീസാക്കിയിടണ്ട, അതായിരിക്കും നല്ലത്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് ഏത് അരിപ്പൊടി ആയാലും, പുഴുങ്ങലരിൻ്റെ ആയാലും അല്ലാത്ത പച്ചരിൻ്റെ ആയാലും ഒക്കെ ചേർത്ത് കൊടുക്കാം. 4 എഗ്ഗാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏത് പത്തിരിപ്പൊടി ആയാലും കുഴപ്പമില്ല.
ഇനി ഇതിലേക്ക് ഈ മിക്സിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ആ പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും എഗ്ഗും പൊടിയും എല്ലാം മിക്സ് ആകുന്ന രീതിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതില്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റമദാൻ സ്നാക്സ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. നമ്മൾ ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ റമദാനിൽ നമുക്ക് സ്നാക്സ് ആയിട്ടും ഒക്കെ ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച ചിക്കൻ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് ചിക്കൻ ചെറിയ പീസാക്കി ചേർത്ത് കൊടുക്കുക. ഫിഷ്, പ്രോൺസ് അങ്ങനത്തെ എന്തും വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ, കയ്യിലുള്ളതിനനുസരിച്ച്. പിന്നെ എഗ്ഗ് ആകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ഞാനിത് മാത്രമായിട്ട് കാണിച്ചു തന്നെ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പാനിൽ. അത് ഒന്ന് ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം, പാന് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഒരുപാട് ടൈറ്റായി പോയാൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തോ, എന്നിട്ട് ഈ ഒരു ലൂസിലാക്കി എടുക്കണേ. ഇതും അതുപോലെ തന്നെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഞാനൊരു വേറൊരു പാനും കൂടെ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, നേരത്തെ അതേപോലെ തന്നെ. കാരണം പെട്ടെന്ന് അടി കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് അത്രേ വേണ്ടി വന്നിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതാ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, മുകൾ ഭാഗം ഇതുപോലെ ഇങ്ങനെ സെറ്റായിട്ട് വരും ആ ഒരു ടൈം. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് തിരിച്ചിടണ്ടേ, ഒരു ഭംഗിക്ക് വേണ്ടി. കുക്കാവാനൊന്നുമില്ല, എന്നാലും ഒരു ഭംഗിയാണ് അതിൻ്റെ മുകൾ ഭാഗം ഒന്നും മൊരിഞ്ഞിട്ട് കാണുമ്പോൾ. അപ്പോൾ ഇതാ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് തിരിച്ചിടാൻ പറ്റും കേട്ടോ. പൊടിഞ്ഞു പോകുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ കുറച്ചൊരു ഓയിൽ തടവി കൊടുത്ത പാനിലേക്കാണ് ടാക്കി കൊടുത്തത്. ഓയിലോ നെയ്യോ വെളിച്ചെണ്ണയോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ, അപ്പുറ ഭാഗം ഒന്ന് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു സ്നാക്സാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനും റമദാനിൽ സ്നാക്സ് ആയിട്ടും ഒക്കെ കുട്ടികൾക്ക് നമുക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും ഒക്കെ പറ്റും കേട്ടോ. നല്ല കളർഫുള്ളാണ് നമ്മൾ തക്കാളി, പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പം ഞാൻ റമദാനിലേക്ക് ഇങ്ങനത്തെ സ്നാക്സ് രണ്ടും കാണിക്കാം. പക്ഷേ കുറേ പേര് ഓയിൽ ഫ്രൈ ചെയ്യാത്ത സ്നാക്സ് കാണിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇത് ആദ്യം കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും കയ്യിലുണ്ടാവുന്ന ഐറ്റംസാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കയ്യിലുണ്ടാകുന്ന ഐറ്റംസ് എപ്പോഴും നമ്മുടെ അടുത്ത് ചിക്കനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ് കേട്ടോ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സ്പൈസി ആയിട്ടും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ സ്പൈസി ആയിട്ടൊന്നും ചേർക്കുന്നില്ല. കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാലില്ലേ നല്ല കാണാനും കളർഫുള്ളായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. ക്യാപ്സിക്കം ആഡ് ചെയ്യുക, കാബേജ് ആഡ് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, ഞാനിപ്പോൾ ഈ കാണിച്ച അളവിനൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ നിങ്ങൾ നോമ്പ് തുറ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലുതാക്കിയിട്ടുണ്ടായിക്കോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാം ആഡ് ചെയ്തിട്ട് എഗ്ഗ് കൂട്ടിയിട്ട് ആ രീതിയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ ആ രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്തെടുത്താൽ മതി. അടിപൊളിയായിരിക്കും. നല്ല വലിയൊരു കോസ്റ്റ്ലി അല്ലാത്ത ഒരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ, ആ കാര്യം മറന്നു പോകണ്ട. പെട്ടെന്ന് സെറ്റായി കിട്ടും. നമ്മൾ എഗ്ഗാണ് ചേർത്തിട്ടുള്ളത്, അതൊരു സെറ്റാകുന്ന മേലെ ഭാഗം സെറ്റാകുന്ന ആ ഒരു ടൈം അത്രേ വേണ്ടുള്ളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ, ഒന്നും പറയാനില്ല. കിടിലൻ സ്നാക്സാണ്, ട്രൈ ചെയ്ത് നോക്ക്. ഇനി നമ്മളെ അടുത്ത സ്നാക്സ് നോക്കാം. ഇതും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമേ. അതിലേക്കായിട്ട് ഞാൻ അരക്കപ്പ്, ഇത് കപ്പളവിൻ്റെ അരക്കപ്പാണ് കേട്ടോ, അതാണ് ഞാൻ അരക്കപ്പ് എന്ന് പറയുന്നത്. അരക്കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു ഗ്ലാസ്സിനൊക്കെ കണക്കാക്കി എടുക്കുമ്പോൾ എല്ലാം ആ ഒരു ഗ്ലാസ്സിന് തന്നെ കണക്കാക്കി എടുത്താൽ മതി കേട്ടോ. കപ്പളവില്ലാതെ പ്രശ്നമൊന്നുമില്ല. ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അരക്കപ്പ് പാല് അതും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളിത് അടിച്ചെടുക്കുമ്പോൾ മാവ് ടൈറ്റായി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ പാല് ആഡ് ചെയ്യുക കേട്ടോ. ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറില്ലേ, അപ്പക്കാരം, അത് ചേർത്ത് കൊടുക്കുക.
പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണൊക്കെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. എഗ്ഗും ആ മിക്സ് മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്. എൻ്റെ പച്ചമുളക് നല്ല എരിവാട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂടുതൽ വേണമെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം. ഞാനിപ്പോൾ 1 എണ്ണം എടുത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. ഇനി ഈ സവാളയില്ലേ അത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. നമ്മളൊരു ആ ഒരു ബാറ്ററിലേക്കൊരു മസാല വേണം, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ സവാള അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും സോഫ്റ്റ് ആവണ്ട. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം, ഒരു 1/4 ഇഞ്ച് പോലും വേണ്ട അത്രയും ചെറുതായിട്ടുള്ള ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തു. അതൊന്ന് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാറ്ററിൽ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഞാനത് ക്യാമറയിൽ വിട്ടുപോയതാണ് കേട്ടോ, ഓഫായി പോയതാണ്. 1/4 ടീസ്പൂൺ ഗരം മസാല അതും മതി. പിന്നെ ഇതാ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്തോ, നല്ല ഫ്ലേവർ ആട്ടോ. അതൊക്കെ ചേർത്ത് കൊടുത്താൽ ഒരു സിമ്പിൾ മസാല കേട്ടോ. ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു 2 എഗ്ഗ് അവിടെ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനി ഒരു പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. അതിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ആക്കി കൊടുക്കുക. പാന് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തു. ബാറ്റർ ഒഴിച്ചതും നമ്മൾ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. പാന് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്, അത് മറന്നു പോകരുത്. ബാറ്റർ നിങ്ങൾ ആ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളും കണ്ടില്ലേ, അത്രയും ലൂസ് മതി കേട്ടോ, ഒരുപാടാവണ്ട, ടൈറ്റും ആവണ്ട. ആ ബാറ്റർ ഒഴിച്ച ഉടനെ തന്നെ ഇതാ എഗ്ഗ് ഞാൻ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് പുഴുങ്ങിയ എഗ്ഗ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രോൺസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഉപ്പിട്ട് വേവിച്ചതോ നമുക്ക് ആ മസാലയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അവിടെ ആയിട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇനി ഇതാ എൻ്റെ കയ്യിൽ കുറച്ച് ചീസ് ഉള്ളത് കൊണ്ട് മൊസറല്ല ചീസ് അതാണ് ഇട്ടത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇട്ട് കൊടുക്കുക. അത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് നിങ്ങൾ എത്ര ആവശ്യമുണ്ട് അത്രയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്, അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുത്തോ, നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയില്ലേ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എഗ്ഗ് ഉണ്ടെങ്കിൽ എഗ്ഗ്, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിക്കനോ എന്താണെങ്കിലും ആഡ് ചെയ്യുക കേട്ടോ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ മസാല എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ മല്ലിയില ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചും കയ്യിലുള്ളതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുത്തോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിൽ വെക്കുക. ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ തട്ട് ചൂടാകുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി ആ മൈദേൻ്റെ ആ ഒരു കൂട്ടില്ലേ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോട്ടെ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ അപ്പക്കാരം ഞാൻ ചേർക്കാൻ പറഞ്ഞില്ലേ, അത് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ ഒരു എന്താ പറയുക അടിഭാഗത്തെ ആ ഒരു സംഭവത്തിന് മാവിന് ഒന്നുകൂടെ ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ടെക്സ്ചറിൽ ചെറിയൊരു മാറ്റം വരും, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അത് കുക്കായി വന്നപ്പോൾ ജസ്റ്റ് തിരിച്ചിട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കുക. ഒന്നുകൂടെ ഒന്ന് സെറ്റായി കിട്ടാൻ കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ട നമ്മളെ എഗ്ഗ് പോള, ഒരു ഈസി എഗ് പോള, അതും ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എന്നാൽ വലിയ ഐറ്റംസ് ഒന്നും ഇല്ലാത്ത, വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സും കൂടിയാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ള 3 സ്നാക്സും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്.
അപ്പോൾ ഇതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ സവാള മസാലയൊക്കെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണ്ടെങ്കിൽ ഒരു സവാള ഞാനെടുത്തു, നിങ്ങൾ 2 സവാള എടുക്കുക. ചിക്കനൊക്കെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക, ടൊമാറ്റോ സോസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത്യാവശ്യം ആഡ് ചെയ്യുമ്പോഴാണ്, മസാലയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ചുകൂടെ കൂട്ടിയിട്ട് കൊടുത്താലും നല്ലത് തന്നെയാണ്. പിന്നെ 1 കപ്പ് മൈദക്ക് ചെറിയ സ്നാക്സ് ഉണ്ടാവുക കേട്ടോ. 1 കപ്പൊക്കെ എടുത്താലാണ് അത്യാവശ്യം നമുക്ക് ഉണ്ടാവുകയുള്ളൂ, അത് മറന്നുകൊണ്ടാ. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ അതും പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കാര്യങ്ങളും എല്ലാം അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.